മണ്ഡലങ്ങൾ വാശിയേറിയ പ്രചാരണത്തിൽ. പാലക്കാട്ടെ ഷൊർണൂർ നിയമസഭാ മണ്ഡലം. ഈ പ്രചരണ ആവേശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് 2011 ഷൊർണൂരിൽ പോൾ ചെയ്ത വോട്ടുകൾ 1,20,260 ആയിരുന്നു. പോളിംഗ് ശതമാനം 73.60%. ഷൊർണൂരിൽ പോളിംഗ് ശതമാനം 73-ലധികം രേഖപ്പെടുത്തിയപ്പോൾ വിജയിയായത് KS സലീഖയാണ്. CPIM സ്ഥാനാർത്ഥിയായിരുന്നു. ഭൂരിപക്ഷം 13,493. സഖീല സ്വന്തമാക്കിയ വോട്ട് 59,616. സഖീലയെ കൂടാതെ മത്സരിച്ച പ്രമുഖർ 2011 ഷൊർണൂരിൽ ശാന്ത ജയറാമിന്റെ വോട്ട് 46,123. BJP 10,562 വോട്ടും SDPI 3,065 വോട്ടും പാലക്കാട് നിന്ന് സ്വന്തമാക്കി. ഇതോടൊപ്പം തന്നെ ഇവരുടെ പ്രധാന ഈ സ്ഥാനാർത്ഥികളുടെ വോട്ട് ശതമാനം കണക്കാക്കുകയാണെങ്കിൽ KS സലീഖ CPIM 49.57%, ശാന്ത ജയറാം 38.35%, BJP 8.78%, SDPI 2.55% വോട്ടും സ്വന്തമാക്കി 2011 പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും. ഈ കണക്കുകളിൽ നിന്ന് പുതുമുഖങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഷൊർണൂരിന്റെ 2016 പ്രചാരണ രംഗത്തെത്തിയാൽ കുടിവെള്ള പ്രശ്നമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം. AK ലതീഷിലേക്ക്. പാലക്കാട് ജില്ലയിൽ LDFന്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന മണ്ഡലമാണ് ഷൊർണൂർ. CITU ജില്ലാ സെക്രട്ടറി PK ശശിയെയാണ് മണ്ഡലം നിലനിർത്താൻ ഇടതുമുന്നണി കളത്തിലിറക്കിയത്. നിരവധി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുണ്ടെങ്കിലും മത്സരരംഗത്ത് ഇതാദ്യം. വീടുകളും പ്രധാന കവലകൾ കേന്ദ്രീകരിച്ച് കടകൾ കയറിയുമാണ് PK ശശിയുടെ പ്രചാരണം പുരോഗമിക്കുന്നത്. മികച്ച വിജയം നേടുമെന്ന് പറയുന്ന PK ശശി കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്ന് ഉറപ്പു നൽകുന്നു. ആദ്യമായി ഇവിടെ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്ത കാര്യം, ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനപ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഉദ്യമം, എൻ്റെ ആദ്യത്തെ ജോലി കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുക എന്ന് തന്നെയായിരുന്നു. അത് ഇവിടെയും അതുപോലെ തന്നെ ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയിലും തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലെയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവിടെ തൂതപ്പുഴയിൽ ഒരു ചെക്കിടാം. ഈ രണ്ട് പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണലായിരിക്കും ആദ്യത്തെ പരിശ്രമം. അതിന് കഴിയുമെന്ന നല്ല ആത്മവിശ്വാസം എനിക്കുണ്ട്. എല്ലാ പ്രവർത്തകരുടെയും വലിയ ആവേശവും യോജിപ്പുമാണ് ഈ നിയോജക മണ്ഡലത്തിൽ പ്രകടമാകുന്നത്. മണ്ഡലം പിടിക്കാനായി UDF കളത്തിലിറക്കിയത് പട്ടാമ്പി നഗരസഭ വൈസ് ചെയർപേഴ്സണായ C സംഗീതയെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അനുഭവവുമായാണ് സംഗീതയുടെ പ്രചാരണം. പരമാവധി വോട്ടർമാരെ നേരിൽ കാണുകയാണിവരും. ഷൊർണൂരിലെ കുടിവെള്ള പ്രശ്നം തന്നെയാണ് UDFന്റെയും മുഖ്യ പ്രചാരണ വിഷയം. വികസനം എന്ന് പറയുന്ന കുടിവെള്ളം അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ ബാക്കിയുള്ള അടിസ്ഥാന ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ഇതുവരെ 20 വർഷം ഭരിച്ച LDF മുന്നണി ജനങ്ങൾക്ക് അനുസൃതമായ രീതിയിലുള്ള ഒരുവിധ തീരുമാനങ്ങൾ എടുക്കാത്ത രീതിയിൽ ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് എന്നും അവരുടെ കൂടെ നിൽക്കണം എന്നുള്ള ആ ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം അതിനൊരു മാറ്റം വരും. ഷൊർണൂരിനൊരു മാറ്റം വരും. ഇപ്രാവശ്യം UDF ശക്തമായി മുന്നോട്ട് വരും. UDFന് നല്ല പിന്തുണ നൽകി ജനങ്ങളെ വിജയിപ്പിക്കുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേടിയ വലിയ ഭൂരിപക്ഷമാണ് ഷൊർണൂരിൽ LDFന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ നിയമസഭാ പരിധിയിൽ വലിയ ക്ഷീണം UDFനുണ്ടായിരുന്നു. എന്നാൽ ചെർപ്പുളശ്ശേരി നഗരസഭയിൽ നേടിയ അട്ടിമറി വിജയം ഷൊർണൂർ നിയമസഭാ സീറ്റിലും ആവർത്തിക്കാനാകുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. BDJS സ്ഥാനാർത്ഥിയായ VP ചന്ദ്രനും മത്സരരംഗത്തുണ്ട്. ഷൊർണൂർ മണ്ഡലത്തിന് കീഴിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മുന്നേറ്റം ഗുണകരമാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. മത്സരരംഗത്ത് പുതുമുഖങ്ങളായതിനാൽ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ. ഷൊർണൂരിൽ വിജയം ഉറപ്പിക്കാൻ LDFും പിടിച്ചെടുക്കാൻ UDFും മത്സരരംഗത്ത് സജീവമായി കഴിഞ്ഞു. കാസർഗോഡ് തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്താം. കാസർഗോട്ടെ തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ പോരാട്ടത്തിന് 2016 വാശി ഏറെയാണ്. എന്നാൽ 2011 തൃക്കരിപ്പൂരിൽ പോൾ ചെയ്ത വോട്ട് 1,35,988 80.46% പോളിംഗ്. 80.46% പേർ വോട്ട് രേഖപ്പെടുത്തിയ 2011 തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചത്
കെ കുഞ്ഞിരാമനാണ്. CPIM അദ്ദേഹം നേടിയ ഭൂരിപക്ഷം 8765 വോട്ട്. 67,871 വോട്ടായിരുന്നു കെ കുഞ്ഞിരാമൻ 2011 സ്വന്തമാക്കിയത്. മറ്റ് പ്രമുഖരെ എടുത്തു കഴിഞ്ഞാൽ KV ഗംഗാധരൻ, അതോടൊപ്പം BJP-യുടെ T രാധാകൃഷ്ണൻ, SDPI. KV ഗംഗാധരൻ 59,106 വോട്ട് സ്വന്തമാക്കിയപ്പോൾ BJP 5,450 വോട്ടും SDPI 1,741 വോട്ടും സ്വന്തമാക്കി. ഈ പ്രമുഖരുടെയൊക്കെ വോട്ടിംഗ് ശതമാനം 2011 തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ കണക്കാക്കിയാൽ കെ കുഞ്ഞിരാമൻ CPIM 49.91, KV ഗംഗാധരൻ 43.46%, അതോടൊപ്പം BJP 4% വോട്ടും SDPI 1%-ലധികം വോട്ടും 2011 തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും സ്വന്തമാക്കിയിരുന്നു. 2011 ഈ കണക്കുകളിൽ നിന്ന് 2016 എത്തിയാൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ പോരാട്ടത്തിന് വലിയ വാശിയാണ്. UDF, റിബൽ ഉൾപ്പെടെ 4 പേരാണ് മത്സരരംഗത്ത് സജീവമായിട്ടുള്ളത്. LDF സ്ഥാനാർത്ഥികൾ മാത്രം നാളിതുവരെ വിജയിച്ച ചരിത്രമാണ് തൃക്കരിപ്പൂരിന് പറയാനുള്ളത്. 1977 തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം നിലവിൽ വന്നത്. 2011 വരെ കണ്ണൂർ ജില്ലയിലെ 2 ഗ്രാമപഞ്ചായത്തുകൾ കൂടി തൃക്കരിപ്പൂരിന്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്ന മണ്ഡലമാണ് തൃക്കരിപ്പൂർ. കഴിഞ്ഞ ലോക്സഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ LDF-ന് വ്യക്തമായ മേൽക്കൈയുള്ള തൃക്കരിപ്പൂരിൽ വിജയം ഉറപ്പാണെന്ന് LDF സ്ഥാനാർത്ഥിയും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ M രാജഗോപാലൻ പറഞ്ഞു. UDF-ന്റെ എത്ര ഉന്നതനായ സ്ഥാനാർത്ഥി വന്നാലും ഈ തൃക്കരിപ്പൂർ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിപ്ലവ പാരമ്പര്യമുള്ള മണ്ണാണ് കയ്യൂർ, ചീമേനി, മുനയംകുന്ന് ഉൾപ്പെടെയുള്ള രക്തസാക്ഷി ഗ്രാമങ്ങൾ. അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നല്ല കരുത്തുള്ള മണ്ണാണ്. LDF-ന്റെ മുൻ MLA-മാർ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിരിക്കും തന്റെ വിജയമെന്നും രാജഗോപാലൻ ചൂണ്ടിക്കാട്ടുന്നു. ഓരോ കാലയളവിലും തൃക്കരിപ്പൂരിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ഹൃദയം തൊട്ടറിഞ്ഞ് ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള MLA-മാർക്കും കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടുകൂടി തന്നെ ജനങ്ങളുമായി സംവേദിക്കുകയാണ്. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ M രാജഗോപാലൻ ബാലസംഘത്തിന്റെ അവിഭക്ത കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, SFI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി, DYFI ജില്ലാ സെക്രട്ടറി എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. CIT-യുടെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഈ കയ്യൂർക്കാരൻ. 1987 ഉദുമയിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട KP കുഞ്ഞിക്കണ്ണൻ KPCC ജനറൽ സെക്രട്ടറി കൂടിയാണ്. 1991 ഉദുമയിൽ തോറ്റതിനെ തുടർന്ന് 2 പതിറ്റാണ്ടായി പാർലമെന്ററി രംഗത്തു നിന്ന് മാറി നിൽക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ സ്വദേശിയായ KP കുഞ്ഞിക്കണ്ണൻ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, KRF ചെയർമാൻ എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. ഇത്തവണ തൃക്കരിപ്പൂർ മാറി ചിന്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് KP കുഞ്ഞിക്കണ്ണൻ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന പ്രധാന കോട്ടകൾ അത് സ്വാഭാവികമായും ഒന്ന് ഒഴിവാക്കപ്പെട്ടൊരു സാഹചര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് കുറേ കൂടി ശക്തിയും കരുത്തും പ്രദാനം ചെയ്യുന്ന ഒരു മണ്ഡലമായി ഇത് മാറി. ചില നോട്ടപ്പിശക് കൊണ്ട് അതിനുശേഷമുള്ള റിസൾട്ട് അനുകൂലമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇക്കുറി തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിൽ ഇറങ്ങിയപ്പോൾ ജനാധിപത്യ വിശ്വാസികളിൽ നിന്നുണ്ടാകുന്ന കലവറയില്ലാത്ത പിന്തുണയും പ്രതികരണവും വലിയ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ UDF-ന് വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഈസ്റ്റ് ഡൽഹി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ജനകീയ വികസന മുന്നണി നേതാവുമായ ജെയിംസ് പന്തമാക്കലും മത്സരിക്കുന്നുണ്ട്. ജനകീയ വികസന മുന്നണിക്കാണ് ഈസ്റ്റ് ഡൽഹി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം. വലിയ പറമ്പ് സ്വദേശി M ഭാസ്കരനാണ് തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് 3500-ലേറെ വോട്ടുകളുടെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 10,000-ലേറെ വോട്ടുകളുടെയും ഭൂരിപക്ഷം തൃക്കരിപ്പൂർ മണ്ഡലത്തിലുണ്ട്. കോൺഗ്രസ് റിബൽ ഗ്രൂപ്പായ ജനകീയ വികസന മുന്നണിക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 7,000-ഓളം വോട്ടുകളും ലഭിച്ചിരുന്നു. രണഭൂമികളുടെ മണ്ണാണ് തൃക്കരിപ്പൂർ. എക്കാലത്തും LDF മാത്രം വിജയിച്ചിട്ടുള്ള ചരിത്രമാണ് തൃക്കരിപ്പൂരിനുള്ളത്. ഇവിടെ ഒരു അട്ടിമറി വിജയത്തിന് സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് UDF. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. വയനാട്ടിലെ ബത്തേരി നിയമസഭാ മണ്ഡലം പ്രചാരണം സജീവമാണ്. നിലവിലെ തെരഞ്ഞെടുപ്പിൽ 2011 1,45,512 പേരാണ് സുൽത്താൻ ബത്തേരിയിൽ വോട്ട് രേഖപ്പെടുത്തിയത്. 2011 സുൽത്താൻ ബത്തേരി നിയമസഭാ മണ്ഡലത്തിലെ വിജയിയെ കണക്കാക്കുകയാണ്. വിജയ് ആരെന്ന് നോക്കുകയാണെങ്കിൽ IC ബാലകൃഷ്ണനാണ്. IC ബാലകൃഷ്ണന്റെ ഭൂരിപക്ഷം 7,583 വോട്ട്. 71,509 വോട്ടായിരുന്നു IC ബാലകൃഷ്ണൻ 2011 സ്വന്തമാക്കിയത്. IC ബാലകൃഷ്ണനെ കൂടാതെ സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ മത്സരിച്ചവർ EA ശങ്കരൻ, CPIM 63,926 വോട്ട് ശങ്കരൻ നേടിയിരുന്നു 2011. BJP 8,829 വോട്ടും സ്വന്തമാക്കി 2011. ഈ പ്രമുഖർ ഒക്കെ വോട്ടിംഗ് ശതമാനം 2011 കണക്കാക്കിയാൽ IC ബാലകൃഷ്ണൻ 49%-ലധികം വോട്ട് നേടിയപ്പോൾ CPIM 43%-അധികം വോട്ടും സ്വന്തമാക്കിയിരുന്നു.
BJP 6% വോട്ടും മണ്ഡലത്തിൽ സ്വന്തമാക്കി. 2011 ഈ കണക്കുകളിൽ നിന്ന് സുൽത്താൻ ബത്തേരി നിയമസഭാ മണ്ഡലത്തിലെ കണക്കാക്കുമ്പോൾ സംസ്ഥാനത്തെ 2 പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളിൽ ഒന്നാണ് സുൽത്താൻ ബത്തേരി. ഇത്തവണ മത്സരച്ചൂട് മണ്ഡലത്തിൽ കൂടുതലാണ്. LDF സ്ഥാനാർത്ഥി രുക്മിണി സുബ്രഹ്മണ്യനും UDF സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MLA IC ബാലകൃഷ്ണനും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി ഉള്ളത് CK ജാനു. മണ്ഡലത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീശിയ ഇടതുകാറ്റിൽ LDF പ്രതീക്ഷ പുലർത്തുമ്പോൾ വീണ്ടും ഒരു വിജയമാണ് UDFന്റെ പ്രതീക്ഷ. മുന്നണികളെല്ലാം പ്രചാരണ രംഗത്ത് സജീവമായി കഴിയുമ്പോൾ പോരാട്ടം ഏറെ കനക്കുമെന്ന സൂചനയാണ് പ്രചരണത്തിന്റെ ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് കേരളത്തിന് നൽകുന്നത്. മത്സരചിത്രം വ്യക്തമായതോടെ മണ്ഡലത്തിൽ പ്രചാരണ പരിപാടികൾക്ക് ചൂടേറി കഴിഞ്ഞു. നേരത്തെ തന്നെ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ LDF സ്ഥാനാർത്ഥി രുക്മിണി സുബ്രഹ്മണ്യൻ പ്രചാരണ രംഗത്ത് മുന്നിലാണ്. സിറ്റിംഗ് MLA IC ബാലകൃഷ്ണൻ UDF സ്ഥാനാർത്ഥിയായി വീണ്ടും രംഗത്തിറങ്ങുന്നു. വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം ജനാധിപത്യ രാഷ്ട്രീയ സഭ രൂപീകരിച്ച NDAയുടെ സ്ഥാനാർത്ഥിയായി ഗോത്രമഹാസഭാ നേതാവായിരുന്ന CK ജാനു മത്സരരംഗത്തുണ്ട്. എന്നാൽ ഒരു വികസന മുന്നണിയും ഗോത്രമഹാസഭയും ജാനുവിനെ പുറന്തള്ളിക്കഴിഞ്ഞു. 1977 മുതലുള്ള ചരിത്രത്തിൽ 7 തവണയാണ് കോൺഗ്രസ് ഇവിടെ നിന്ന് വിജയിച്ചത്. 2 തവണ ഇടതു പ്രതിനിധികളെ മണ്ഡലം നിയമസഭയിലേക്ക് അയച്ചു. 3 തവണ KK രാമചന്ദ്രൻ മാസ്റ്റർ ബത്തേരി മണ്ഡലത്തിൽ നിന്നാണ് നിയമസഭയിലേക്ക് എത്തിയത്. അടുത്ത കാലത്ത് മണ്ഡലത്തിൽ വലിയ ഇടതു മുന്നേറ്റമാണുണ്ടായത്. പുതുതായി രൂപീകരിച്ച ബത്തേരി നഗരസഭയടക്കം മണ്ഡലപരിധിയിലെ 7 ഗ്രാമപഞ്ചായത്തുകളിൽ 5ഉം LDFനൊപ്പമാണ്. ഇടതിന് പ്രതീക്ഷ പുലർത്താൻ ഇത് ധാരാളം. വയനാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ട്, വയനാട് ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹം. ഇവിടുത്തെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. രാത്രികാല നിരോധനം, അതുപോലെ തന്നെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. ഇത് വയനാട് ജില്ലയും അതുപോലെ തന്നെ മണ്ഡലത്തിനെയും ജനങ്ങൾക്ക് വേണ്ടി, അത് സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി, ആദിവാസികൾക്ക് വേണ്ടി അവർക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടല്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ്. 7583 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ IC ബാലകൃഷ്ണൻ LDF സ്ഥാനാർത്ഥി EA ശങ്കരനെ പരാജയപ്പെടുത്തിയത്. വിജയം ആവർത്തിക്കുമെന്നാണ് IC ബാലകൃഷ്ണന്റെ പ്രതീക്ഷ. ആരംഭിച്ച പ്രചരണ പരിപാടി മാത്രമല്ല, ഞങ്ങൾ ഈ കഴിഞ്ഞ 8-ാം തീയതി ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവെൻഷനിൽ വെച്ച് 20-ാം തീയതി വരെയുള്ള, ഏപ്രിൽ 20 വരെയുള്ള ഷെഡ്യൂൾ തയ്യാറാക്കി കഴിഞ്ഞു. ആ ഷെഡ്യൂൾ അനുസരിച്ചാണ് ഇപ്പം നിലവിൽ പ്രചരണ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോത്രമഹാസഭയും ഊരു വികസന മുന്നണിയും കൈയൊഴിഞ്ഞെങ്കിലും CK ജാനുവിനെ NDA സ്ഥാനാർത്ഥിയാക്കിയതോടെ മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയതായാണ് BJPയുടെ വാദം. കാർഷിക ആദിവാസി മേഖലകൾ വിധി നിർണ്ണയിക്കുന്ന മണ്ഡലത്തിൽ വികസന പിന്നോക്കാവസ്ഥയും വന്യമൃഗശല്യവും കാർഷിക ആദിവാസി മേഖലകളുടെ തകർച്ചയുമാണ് പ്രചാരണ വിഷയങ്ങൾ. രാത്രികാല ഗതാഗത നിരോധനം, റെയിൽവേ അടക്കമുള്ള വികസനങ്ങൾ എന്നിവയും ചർച്ചയാകുന്നു. ആദിവാസി ജനവിഭാഗങ്ങളുടെ വോട്ടുകൾ ഇവിടെ നിർണായകമാണ്. കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന എതിർപ്പുകൾ UDF സ്ഥാനാർത്ഥിക്ക് ഭീഷണി സൃഷ്ടിക്കുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇവിടെ UDFനെതിരാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാലുവാരിയെന്നാരോപിച്ച് നഗരസഭയിലടക്കം UDFന് പിന്തുണ നൽകിയിട്ടില്ല അവർ. ഒട്ടേറെ ഐതിഹാസിക കർഷക ആദിവാസി സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ഡലത്തിലെ പോരാട്ടം രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു. വയനാട്ടിൽ നിന്നും അനൂപ് KR. വിഷരഹിത പച്ചക്കറി LDF പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് നടൻ മമ്മൂട്ടിക്ക് പറയാനുള്ളത് എന്ത്? കേരളത്തിന്റെ മുഴുവൻ ആവശ്യമാണ് വിഷരഹിത പച്ചക്കറി. LDF പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നും. ഏറ്റവും ശ്രദ്ധേയമായ വാഗ്ദാനങ്ങളിൽ ഒന്നായ വിഷരഹിത പച്ചക്കറി പ്രചരണ രംഗത്ത് 140 മണ്ഡലങ്ങളിലും ഏറെ ശ്രദ്ധയോടെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. വിഷുവിനോടനുബന്ധിച്ച് CPIM എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷരഹിത പച്ചക്കറി സ്റ്റോൾ ആരംഭിച്ചു. നടൻ മമ്മൂട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത്. ജൈവ പച്ചക്കറികൾ ഓണത്തിനും വിഷുവിനും മാത്രം ലഭിക്കുന്ന ഒന്നായി മാറരുതെന്ന് മമ്മൂട്ടി അഭിപ്രായപ്പെടുകയും ചെയ്തു. വിഷുവിനോടനുബന്ധിച്ച് CPIMന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജൈവ അരിമേളയും വിഷരഹിത പച്ചക്കറി സ്റ്റാളും മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു. ആഘോഷ നാളുകൾക്ക് ശേഷവും വിഷമുക്ത വിഭവങ്ങൾ ലഭ്യമാക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിന് വേണമെങ്കിൽ കുറേ ആളുകളെ സംഘടിപ്പിച്ചൊരു കമ്പനി ഉണ്ടാക്കി സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ഈ തരിശുനിലങ്ങളിൽ കൃഷി ചെയ്ത്, അത് സ്വാഭാവിക കൃഷിയോ പ്രകൃതി കൃഷിയാണ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള നെല്ല് ഉൽപ്പാദിപ്പിക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒറ്റയ്ക്കും അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന ഈ സംരംഭങ്ങളല്ലാതെ ഒരു വലിയ പ്രസ്ഥാനമായി വലിയൊരു മൂവ്മെൻ്റായി കൊണ്ടുവരണം.
എന്നാൽ മാത്രമേ നമ്മുടെ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മാറ്റാൻ പറ്റുള്ളൂ. വിഷരഹിത പച്ചക്കറികൾക്ക് പുറമെ പൂർണ്ണമായും ജൈവരീതിയിൽ കൃഷി ചെയ്ത അരി, പൊക്കാളി അരി എന്നിവ മേളയിൽ ലഭിക്കും. രാജേന്ദ്ര മൈതാനിയിലെ താൽക്കാലിക വിൽപ്പന കേന്ദ്രം കൂടാതെ ജില്ലയിൽ 10 സ്ഥിരം സ്റ്റാളുകളിലും വിഷുവിനാവശ്യമായ വിഭവങ്ങൾ ലഭ്യമാക്കുമെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജീവ് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന ക്യാമ്പയിൻ CPIM സംസ്ഥാന തലത്തിൽ ഏറ്റെടുത്തത്. ജില്ലയിൽ വിജയകരമായി 100-ലധികം സ്റ്റോളുകൾ 164 സ്റ്റോളുകൾ അന്ന് തുറക്കാൻ കഴിഞ്ഞു. ഈ വിഷുവിനായി കഴിഞ്ഞപ്പോൾ പച്ചക്കറിക്കൊപ്പം തന്നെ അരിയുടെ കാര്യത്തിലും കുറേയേറെ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ MM ലോറൻസ്, KR വിശ്വംഭരൻ, മോഹനൻ, അഡ്വക്കേറ്റ് M അനിൽകുമാർ, വേണു, റിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 16-ന്. ഈ പ്രചാരണ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമാകുന്നു ഹൈടെക് പ്രചാരണത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? അലക്സ് റാം മുഹമ്മദ് പങ്കുവയ്ക്കും. അടുത്ത ദിവസത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വീണ്ടും ഇതേ സമയം. ഉദയച്ചെങ്കതിർ ചുവപ്പു പോലെ പാണനും പറയനും കറുത്തവനും വെളുത്തവനും. തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പ്രകമ്പനം കൊള്ളിച്ചിരുന്ന ഈ അനൗൺസ്മെന്റ് ഇപ്പോൾ കേൾക്കുന്നത് 10 ആൾ കൂടി രാഷ്ട്രീയം പറയുന്ന കവലയിൽ നിന്നല്ല, ഇതാ ഇവിടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നുമാണ്. ഇത്തരം അനൗൺസ്മെന്റുകളും പ്രസംഗങ്ങളും അടങ്ങുന്ന ഓഡിയോ ക്ലിപ്പുകളും രാഷ്ട്രീയം പറയുന്ന ദൃശ്യങ്ങളും വാർത്താ ക്ലിപ്പുകളും ട്രോളുകളും അഭിപ്രായങ്ങൾ പറയുന്ന ടെക്സ്റ്റുകളും കൊണ്ട് നിറയുകയാണ് നവമാധ്യമങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. വികസനം ഉയർത്തിക്കാട്ടി UDFും മാറ്റം ആവശ്യപ്പെട്ട NDA മുന്നണി നവമാധ്യമങ്ങളിൽ പ്രചരണം കൊഴിപ്പിക്കുന്നുണ്ടെങ്കിലും വ്യത്യസ്തതയും പുതുമയും കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രചരണങ്ങളാണ്. ഇടതു സ്ഥാനാർത്ഥികളെ മുഴുവൻ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം എന്ന പ്രചരണം കാണുക. ഓരോ സ്ഥാനാർത്ഥിയും ആരാണെന്നും എന്താണെന്നും പറഞ്ഞു തരുന്ന ചിത്രങ്ങളോടുകൂടിയ ചെറിയ വ്യക്തി വിവരണ രേഖ. ദേശീയ ഗെയിംസ് അഴിമതിയുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന CAG റിപ്പോർട്ടുകൾ. അതിലുമുപരി കലാകാരന്മാരുടെ പുതുമയുള്ള സൃഷ്ടികളും ഗ്രൂപ്പിലൂടെ പ്രചരിക്കുന്നുണ്ട്. അതിലൊന്ന് ഇങ്ങനെ: വയലിൽ വിയർപ്പുറ്റിച്ച വിളയിച്ചതൊക്കെയും അവരായിരുന്നു. സഖാക്കളെ കുറിച്ച് സംസാരിക്കുന്നതിലും ആവേശത്തിൽ അവർ മറ്റൊന്നിനെക്കുറിച്ചും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. തീർത്തും അപരിചിതമായ നാട്ടിലെത്തുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചയിലും വലിയ ആവേശമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഒരു കമ്മ്യൂണിസ്റ്റ് ആകുന്നതെന്ന കണ്ണൂർകാരൻ ഗ്രാഫിക് ഡിസൈനർ നിപിൻ നാരായണന്റെ സൃഷ്ടി നവമാധ്യമങ്ങളിലെ ഹിറ്റ് ചാർട്ടിലാണ്. കാലം പഴയ കാലമൊന്നുമല്ല. തിരഞ്ഞെടുപ്പിന്റെ ആവേശം മുഴുവൻ വിരൽത്തുമ്പിലൂടെ നാം അറിയുന്നുണ്ട്. നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നാം അതിൽ ഭാഗമാകുന്നുണ്ട്. ക്യാമറാമാൻ മുഹമ്മദ് ഇർഫാനൊപ്പം അലക്സ് റാം മുഹമ്മദ്, കൊച്ചി.